ഹായ് നമസ്കാരം. എൻ്റെ പേര് ഉണ്ണികൃഷ്ണൻ എന്നാണ്. ഞാൻ മലപ്പുറത്താണ്. മലപ്പുറത്ത് കരിപ്പൂർ എയർപോർട്ടിന് സമീപം കാടപ്പടി എന്ന് പറയുന്ന സ്ഥലത്ത് എക്കോ ഡെക്കോർ വേൾഡ് ഫർണിച്ചർ എന്ന് പറയുന്ന ഒരു ഫർണിച്ചർ സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഈ ഡബിൾ ഡെക്കർ കോട്ട്, അതായത് രണ്ട് തട്ടുള്ള നമ്മുടെ കട്ടിലുകളുണ്ടല്ലോ, ഡബിൾ ഡെക്കർ കോട്ട്, ബങ്കർ കോട്ട് എന്നൊക്കെയാണ് അതിന് പറയുക. അപ്പോൾ അത് നമ്മൾ വാങ്ങിക്കുമ്പോൾ അത് സാധാരണയായിട്ട് നമുക്ക് ഈ ഹോസ്റ്റലുകളിൽ കുട്ടികൾ താമസിക്കാൻ കുട്ടികൾക്ക് വേണ്ടി ഹോസ്റ്റലുകളിൽ, അതുപോലെ നമ്മുടെ ലേബർ ക്യാമ്പുകളിൽ ഒക്കെയാണ് ഈ ഡബിൾ ഡെക്കർ കോട്ട് അധികം ഉപയോഗം വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ വാങ്ങിക്കുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്ന്, നമ്മളത് ഉണ്ടാക്കി അതിൻ്റെ ഫ്രെയിം എന്ത് മെറ്റീരിയൽ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഫസ്റ്റ് നമ്മളതിൻ്റെ ഫ്രെയിമിൻ്റെ ഉറപ്പിനെ കുറിച്ചിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അത് മെറ്റാലിക് ആയിരിക്കും എപ്പോഴും നല്ലത്. സ്റ്റീൽ അല്ലെങ്കിൽ നമുക്ക് ഇരുമ്പിൻ്റെ ഫ്രെയിമുകൾ ഒക്കെ വളരെ നല്ലതാണ്. പക്ഷേ അത് നമ്മൾ ഇതും നോക്കണം, അത് ഈർപ്പം ഹ്യൂമിഡിറ്റി ഒക്കെ ഉള്ള സമയത്ത് അത് ഈർപ്പം ആഗിരണം ചെയ്ത് തുരുമ്പൊന്നും പിടിക്കാത്ത തരത്തിലുള്ള കോട്ടിംഗ് ഒക്കെ ചെയ്തിട്ടുള്ള ഫ്രെയിമുകളായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ ഈ ഹെവി ഗേജ് ആയിട്ടുള്ള മെറ്റീരിയലാണ് ഇതിന് ഉറപ്പുണ്ടാവുള്ളൂ. ഒരു 18 ഗേജെങ്കിലും ഈ പൈപ്പിന് കനം, ഇതിൻ്റെ സ്ക്വയർ പൈപ്പിന് കനം വേണം. അത് നമ്മൾ ഉറപ്പ് വരുന്നത്. സ്ക്വയർ ആണെങ്കിൽ റൗണ്ട് ആണെങ്കിൽ പൈപ്പിന് 18 ഗേജെങ്കിലും ഒരു ഇത് വേണം, തിക്നെസ് വേണം. എന്നാലേ അത് ആവശ്യത്തിനുള്ള ഉറപ്പുണ്ടാവുള്ളൂ. പിന്നെ നമ്മൾ അതിലേക്ക് കയറാനുള്ള കോണിയുടെ ക്വാളിറ്റി നോക്കണം. അപ്പോൾ ഈ കട്ടിലിൻ്റെ മുകളിലേക്ക് കയറുന്ന ഈ കോണിയുടെ പൈപ്പുകൾ, അതായത് നമ്മളെ സ്റ്റെപ്പ് കാല് വയ്ക്കുന്ന ഭാഗമുണ്ടല്ലോ, അത് നല്ല ഉറപ്പുള്ളതാണ് എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തണം. അത് ജോയിൻറ്റുകളൊക്കെ നല്ല രീതിയിൽ വെൽഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് കയറി പോകുമ്പോൾ താഴെ വീഴാതിരിക്കാൻ അത് കറക്റ്റായിട്ട് വെൽഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ അതിൻ്റെ ഉയരം. അപ്പോൾ ഈ മേലത്തെ കട്ടിലിൻ്റെ ഉയരം എന്ന് പറഞ്ഞാൽ സീലിങ്ങുമായിട്ട് എത്ര അടി, നമ്മുടെ സീലിങ്ങിൻ്റെ ഉയരം നമ്മൾ ആദ്യം എടുത്തിട്ട് പോകണം. അപ്പോൾ സീലിങ്ങുമായിട്ട് നല്ലൊരു ഗ്യാപ്പ് വേണം. അപ്പോൾ മേലുള്ള ആൾ എണീറ്റ് ഇരിക്കുന്ന സമയത്ത് അയാളുടെ തല സീലിങ്ങിലൊന്നും മുട്ടാത്ത രീതിയിലുള്ള ഒരു ഉയരത്തിലായിരിക്കണം ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ നമ്മളിതിൽ കൂടുതൽ ഭാരമുള്ള മെത്തകൾ നമ്മൾ ഉപയോഗിക്കാതിരിക്കുന്നത് നല്ലത്. കനം കൂടുതലുള്ള മെത്തകളും ഉപയോഗിക്കുന്നത് അത്രയും ഉയരം കുറഞ്ഞു പോവാണ്. സാധാരണയായി നമ്മൾ ഡബിൾ ഡെക്കർ കോട്ടുകളിൽ കനം കുറഞ്ഞ മെത്തകളാണ്, ഫോൾഡിങ് മെത്തകളൊക്കെയാണ് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ 2 പേര് ഉപയോഗിക്കുന്നതായതുകൊണ്ട് 2 പേരുടെ വെയിറ്റ് വരുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി മെത്തയുടെ ഭാഗത്തു നിന്നുള്ളൊരു വെയിറ്റും കൂടി അതിലൊരു എക്സ്ട്രാ ലോഡ് വരാത്ത രീതിയിൽ കനം കുറഞ്ഞ മെത്തകളാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. പിന്നെ ഈ മേലത്തെ ആൾ കിടക്കുന്ന അതിന് സുരക്ഷാ ബാർ 2 സൈഡിലും ഉണ്ടെങ്കിൽ വളരെ നല്ലത്. സുരക്ഷാ ബാർ ഉണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തണം. ഇല്ലെങ്കിൽ ഇത് സാധാരണഗതിയിൽ ഇത് 6 അടി നീളം, 3 അടി വീതി, അല്ലെങ്കിൽ 6 അടി നീളം, 2.5 അടി വീതി, ഇങ്ങനെയൊക്കെയുള്ള അളവിലാണ് ഇത് വരുന്നത്, നീളം വീതി. അപ്പോൾ ഇപ്പോൾ സിംഗിൾ കോട്ടുകളാണ് ഇത് അധികമായിട്ടും. ഡബിൾ കോട്ടുകളൊക്കെ വരുന്നത് സിംഗിൾ സൈസ് ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ മേലെ കിടക്കുന്ന ആൾ താഴോട്ട് വീഴാതിരിക്കണം എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് സുരക്ഷാ ബാർ, സേഫ്റ്റി ബാർ മേലെ വേണം. ഇല്ലെങ്കിൽ മേലെ നിന്ന് താഴോട്ട് വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര ഉയരത്തുനിന്ന് നമ്മൾ ഉറങ്ങുന്ന സമയത്ത് അയാൾ തിരിഞ്ഞോ മറിഞ്ഞോ കിടക്കുമ്പോൾ താഴെ വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ കഴുത്താണ് ഫ്ലോറിൽ ഇടിക്കുക. കഴുത്തിൻ്റെ എല്ല് ആണ് പൊട്ടുക. കഴുത്തിനെയാണത് കിടന്ന സമതലത്തിൽ നമ്മൾ കിടന്നുറങ്ങുമ്പോൾ താഴോട്ട് വീണ് കഴിഞ്ഞാൽ കഴുത്തായിരിക്കും ആദ്യം ഫ്ലോറിൽ ഇടിക്കുന്നത്. അപ്പോൾ കഴുത്തിൻ്റെ എല്ലിനായിരിക്കും ഡാമേജ് പറ്റുക. അപ്പോൾ അത് ഈ സുരക്ഷാ ബാർ നിർബന്ധമായിട്ട് നമ്മൾ ഉണ്ടെന്നുള്ളത് ഉറപ്പ് വരുത്തണം. പിന്നെ നമുക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അസംബിൾ ചെയ്യാവുന്ന മോഡലായിരിക്കണം. അസംബിൾ ചെയ്യുന്ന പറഞ്ഞാൽ നമുക്കത് അഴിച്ചെടുത്ത് കൊണ്ടുപോയിട്ട് ഫിറ്റ് ചെയ്യാനോ, അതുപോലെ പിന്നെ നമ്മൾ ഷിഫ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് അഴിച്ച് ഡിസ്മാൻറ്റിൽ ചെയ്ത് കൊണ്ടുവരാനൊക്കെ പറ്റിയുള്ള മോഡലുകളിൽ, നെട്ടും ബോൾട്ടിട്ട് മുറുക്കാൻ പറ്റുന്ന മോഡലുകളിൽ സെലക്ട് ചെയ്യുന്നതായിരിക്കും ബെസ്റ്റ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ കൂടെ തന്നെ വാറണ്ടി, പിന്നെ നമ്മൾ ആഫ്റ്റർ സെയിൽ സർവീസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഡബിൾ ഡെക്കർ കോട്ട് അല്ലെങ്കിൽ ബങ്കർ കോട്ട് വാങ്ങിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്, താങ്ക് യു.